നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ്. ബി.ജെ.പിയുടെ NDAയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്ത് എന്നതിൻ്റെ ആദ്യത്തെ സൂചന നൽകാൻ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. UDF 100 സീറ്റാണ് പറയുന്നത്, LDF 110 സീറ്റാണ് പറയുന്നത്. NDA എത്ര സീറ്റാണ് പറയുന്നത്? ഞങ്ങളൊരു സീറ്റൊന്നും പറയുന്നില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശൈലിയോ ഒരു പ്രീ കൺസീവ്ഡ് ഒരു അഹങ്കാരമൊന്നും ഞങ്ങളുടെ അടുത്തില്ല. കേരളം BJP ഭരിക്കുമോ? അല്ല, അങ്ങനെ അത് ജനങ്ങൾ തീരുമാനിക്കണം. കാരണം ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ് NDA ഭരിക്കണം. കാരണം ഈ വികസനം ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഒറ്റ മുന്നണിയാണ് NDA. ഇവിടുത്തെ ഒരു ജിഹാദി രാഷ്ട്രീയവും നമ്മൾ ശബരിമലയിൽ കണ്ട UDFും LDFും നടത്തിയ കൊള്ള, ഇതിനെല്ലാം എതിർക്കാനും അതിനെല്ലാം ജനങ്ങളെ സംരക്ഷിക്കാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് തൊട്ട് മുമ്പ് അന്നത്തെ BJP പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾ 35 സീറ്റിൽ ജയിക്കും, 35 സീറ്റ് ജയിച്ചാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്നാണ്. ആ തരത്തിൽ ഞങ്ങൾ കേരള ഭരണത്തിൽ നിർണായകമാകും, അടുത്തത് കേരളം ആര് ഭരിക്കണം എന്ന കാര്യം തീരുമാനിക്കുന്ന ഫോഴ്സ് ഞങ്ങളാകുമെന്ന് പറയാനുള്ള കോൺഫിഡൻസ് BJPക്ക് ഉണ്ടോ? അല്ല, കോൺഫിഡൻസിന്റെ കാര്യമല്ല ഇത്. ഞാൻ അങ്ങനെ കേസ് ഞങ്ങളുടെ ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയും കാഴ്ചപ്പാട് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഞാൻ ഇവിടെ വന്ന് പ്രസിഡൻ്റായി എനിക്ക് പാർട്ടി ഈ അവസരം തന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ആദ്യത്തെ ലക്ഷ്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാനാണ്. ഈ പൊളിറ്റിക്കൽ കൾച്ചർ ഇതുവരെ വിവാദം മാത്രം കണ്ട് സഹിച്ച് ജനങ്ങൾക്ക് ഒരു പുതിയ ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാട്, വികസന രാഷ്ട്രീയം കൊണ്ടുവരാൻ ആണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് CPM ടാർഗറ്റ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്സ്, അങ്ങനെ ഒരു നാരറ്റീവ് മുന്നോട്ട് വെച്ചാൽ ഒരു മെജോറിറ്റി കൺസോളിഡേഷൻ LDFന് അനുകൂലമായി ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടായാൽ നഷ്ടം BJPക്ക് ആയിരിക്കില്ലേ? അത് ഭയക്കുന്നുണ്ട്. അല്ലേ, നോക്കൂ, ഞങ്ങൾ ഈ പറയുന്നതെല്ലാം ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പേ കണ്ടുപിടിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കാനല്ല ഞങ്ങൾ പറയുന്നത്. ഇത് ലെഫ്റ്റ്, ഇത് അവർ ഇരട്ടത്താപ്പ് നോക്കൂ. എത്ര കൊല്ലമായിട്ടാണ് LDFും ജമാഅത്തെ ഇസ്ലാമിയും ഒപ്പം രാഷ്ട്രീയം ചെയ്തത്? എത്ര കൊല്ലമായിട്ട് ചെയ്യുന്നതല്ലേ? ഇന്ന് മുസ്ലിം വോട്ട് കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്ന് കാണുമ്പോഴാണ് പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ജമാഅത്തിൻ്റെ എതിരെ സംസാരിക്കുന്നത്. മാറാട്, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പോകുന്നില്ല. അവിടെ ആരാണ് ജമാഅത്തെ ഇസ്ലാമിനെ പിന്തുണയും സംരക്ഷിക്കാൻ നോക്കിയത്? അപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 32 ലക്ഷം വോട്ട്, 32 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് NDAക്ക് കിട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 25 ലക്ഷമായിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 30 ലക്ഷമായിരുന്നു. ലോക്സഭാ ഇലക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ അസംബ്ലി ഇലക്ഷനിലെ വോട്ട് കുറയാണ് ചെയ്തത്. അതിൻ്റെ ഒരു കാരണം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അസംബ്ലി ഇലക്ഷൻസ് വരുമ്പോൾ കോൺടെസ്റ്റ് ഒരു ബൈപോളർ ആവുന്നുണ്ട്. LDF വേഴ്സസ് UDF എന്ന് വരുന്നുണ്ടോ? ആ സാഹചര്യത്തിൽ BJP കറക്റ്റാണ്. BJPന്റെ വിന്നബിലിറ്റി ഒരു ഇഷ്യൂ ആയിരുന്നു ഇതുവരെ. 2021 ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ വരെ BJP ജയിക്കില്ല, അതുകൊണ്ട് നമ്മൾ വോട്ട് അവർക്ക് കൊടുക്കണ്ട, അവർ ഇത് വേസ്റ്റ് ആവും, അതുകൊണ്ട് എനിക്ക് UDFന്റെ എതിരെ വോട്ട് കൊടുക്കുകയാണെങ്കിൽ LDFന് കൊടുക്കുക, LDFന്റെ വോട്ട് എതിരെ കൊടുക്കുകയാണെങ്കിൽ UDFന് കൊടുക്കുക. ഇതായിരുന്നു ഇതുവരെ നടക്കുന്ന ഒരു പോളിറ്റിക്സ്. പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ റിസൾട്ട് കണ്ട് ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾക്ക് തന്നെ ഇനി ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും, ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങളിപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്ന അടുത്ത 100 ദിവസം 3 കാര്യങ്ങളാണ്: വികസനം, വിശ്വാസ സംരക്ഷണം, പിന്നെ വരുന്ന ഈ ജമാഅത്തും മുസ്ലിം ലീഗും തമ്മിൽ ഇവിടെ നടപ്പിലാക്കുന്ന, ഞാൻ അതിൻ്റെ ഒരു വാക്ക് റെസ്പോൺസിബിലിറ്റി പറയണം, ജിഹാദി രാഷ്ട്രീയം. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടക്കണം. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷനാണ്: NDA, മറുവശത്ത് UDF അല്ലെങ്കിൽ LDF. LDFന് ഇനി സാധ്യത ഇല്ല. കാരണം 10 കൊല്ലം ഭരിച്ചു, ജനങ്ങൾ മനസ്സിലാക്കി. 10 കൊല്ലം അവസരം കൊടുത്തു, ഭരിച്ചു, അവർ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ശക്തമായ ആന്റി ഇൻകംബൻസി ഉണ്ടല്ലോ. ആന്റി ഇൻകംബൻസി ഉണ്ടല്ലോ, അത് ലോക്കൽ ബോഡിയിൽ കണ്ടല്ലോ. ആ ആന്റി ഇൻകംബൻസിയുടെ പ്രൈമറി ബെനിഫിഷ്യറി എന്ന് പറയുന്നത് UDF അല്ലേ? അത് ലോക്കൽ ബോഡിയിൽ അവർക്ക് കിട്ടി. കാരണം അതല്ലേ അസംബ്ലി ഇലക്ഷനിൽ സംഭവിക്കില്ല. അത് ലോക്കൽ ബോഡിയിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് അറിയില്ലല്ലോ. ലോക്കൽ ബോഡിന്റെ സമയത്ത് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന പാർട്ടി ആരായിരുന്നു? UDF ആയിരുന്നു. എത്രയോ ഗ്രാമപഞ്ചായത്തിലും എത്രയോ മുനിസിപ്പാലിറ്റി ഇരിക്കുന്നത് ആരായിരുന്നു? UDF ആയിരുന്നു.
പ്രതിപക്ഷത്ത്, അവർക്ക് അതിൻ്റെ ഗുണം കിട്ടി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ 21,600 കാൻഡിഡേറ്റ് മത്സരിക്കുന്നത്. ഈ സ്കെയിലിൽ BJP NDA ഇതുവരെ മത്സരിച്ചിട്ടില്ല. ആ മത്സരത്തിൻ്റെ കാരണമാണ് നമ്മളിപ്പോൾ 16% വോട്ടും പിടിച്ച്, കോർപ്പറേഷനും പിടിച്ച്, മുനിസിപ്പാലിറ്റിയും പിടിച്ച്, 30 ഗ്രാമപഞ്ചായത്തും പിടിച്ചിരിക്കുന്നത്. അമിത്ഷായുടെ ടാർജറ്റ് 25% ആയിരുന്നു, 25% വോട്ട് ഷെയർ. പക്ഷേ 16 എത്താനേ NDAക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു ഗ്യാപ്പ് അവിടെ കിടക്കാണ്. 25-ന് മുകളിൽ വോട്ട് ഷെയർ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ, രണ്ട് പാർട്ടികൾ തന്നെ അവിടെ നിൽക്കാണ്, CPM-ഉം കോൺഗ്രസും. ഈ സെനാരിയോയിൽ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസക്തി എന്താണ്? അതാണ് എനിക്ക് തോന്നുന്നു. അത് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് ഒരു സംശയമില്ല. കാരണം ഇതന്നെ നറേറ്റീവ് ആയിരുന്നു ലോക്സഭയിലും. ലോക്സഭ 2024-ന് മുമ്പ് എന്തായിരുന്നു നറേറ്റീവ്? ലോക്കൽ ബോഡി ഇലക്ഷൻ 2025-ന് മുമ്പ് എന്തായിരുന്നു? ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ പറയാം. 2025 ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ജൂലൈ 12 അമിത്ഷാജി വന്നപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞേ, അത് CPM തുടരാൻ പോവാണല്ലോ ഈ അസംബ്ലി ഇലക്ഷനിൽ. ഇതിലൊരു സംശയമില്ലല്ലോ. 5 മാസം മുമ്പ് എന്തായിരുന്നു ഓർഡിങ്ങിലെല്ലാം എഴുതിയിരിക്കുന്നത്? തുടരും തന്നെ ആയിരുന്നില്ല. ഇനിയിപ്പോൾ CPM-ന്റെ ഉള്ളിലെ ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, ഒരു 40 സീറ്റ് 30 സീറ്റ് കിട്ടും, ഞങ്ങൾക്ക് ജയിക്കാൻ പോകുന്നില്ല, അവരെന്നെ പറയുന്നു. അപ്പോൾ ജനങ്ങളുടെ ഒരു അഭിപ്രായം അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൺവെൻഷണൽ പൊളിറ്റിക്കൽ വിസ്ഡം എല്ലാം തകർന്നു. ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യയിൽ ഇപ്പോൾ 3 സംസ്ഥാനങ്ങളെ ഭരിക്കുന്നുള്ളൂ. അടുത്ത അസംബ്ലി ഇലക്ഷൻസ് വരുമ്പോൾ കേരളം, അസം, ബംഗാൾ, തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരു സംസ്ഥാനത്തു കൂടി അധികാരത്തിലെത്തുന്നത് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കില്ലേ BJP-യുടെ സ്ട്രാറ്റജി? എനിക്ക് അങ്ങനെ ഒരു നാഷണൽ സ്ട്രാറ്റജി ഒന്നും പറയേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടീൻ്റെ പോളിറ്റിക്സ് എന്താണ്, കോൺഗ്രസ് പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അവരുടെ പെർഫോമൻസ് എന്താണെന്നാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. കോൺഗ്രസ് വിമുക്ത ഭാരതമാണല്ലോ BJP-യുടെ ഒരു ലക്ഷ്യം, ഐഡിയോളജി. അപ്പൊ കോൺഗ്രസ് റിട്ടേൺസ് എന്നൊരു സെനാരിയോ കേരളത്തിൽ ഉണ്ടാവുന്നതിനേക്കാൾ ലെഫ്റ്റ് തുടരുന്നതായിരിക്കില്ലേ BJP? ഞങ്ങൾക്ക് ലെഫ്റ്റും കോൺഗ്രസും ഒരേപോലെ തന്നെയാണ്. എനിക്കൊരു കുറച്ചൊരു അതിശയമുണ്ട്. ഇത് എന്തുകൊണ്ട് നമ്മളുടെ ഇന്റലക്ച്വൽസും മാധ്യമ സുഹൃത്തും ഇത് മനസ്സിലാക്കുന്നില്ല? ഈ രണ്ട് LDF-ഉം കോൺഗ്രസ് പാർട്ടിയാണ് 27 സ്റ്റേറ്റിലും 8 യൂണിയൻ ടെറിട്ടറീസിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട്? അവരുടെ ഐഡിയോളജിയിൽ ഒരു വ്യത്യാസമില്ല. അവർ ലെഫ്റ്റ് ഓഫ് സെൻറ്റർ പാർട്ടിയാണ്. രണ്ട് പാർട്ടിയും. കോൺഗ്രസ് പാർട്ടീൻ്റെ രാഹുൽ ഗാന്ധി അല്ലേ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തും എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തി. ഇവർ രണ്ടും അല്ലേ ഭരണഘടന എടുത്ത് ഫാസിസമിനെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നു, പക്ഷെ ഇവിടെ ജമാഅത്തിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു. അപ്പൊ ഇവരുടെ രാഷ്ട്രീയത്തിൽ ഒരു വ്യത്യാസമില്ല. ശരിക്കും പൊളിറ്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ LDF-ഉം UDF-ഉം കോൺഗ്രസും CPM ആണ്. BJP-യുടെ ഐഡിയോളജിക്കൽ പൊസിഷനിൽ നിന്നിട്ട് കോൺഗ്രസ് ആണോ തോൽക്കേണ്ടത്, ലെഫ്റ്റ് ആണോ തോൽക്കേണ്ടത്? കേരള ജയിക്കണം, വികസനം ജയിക്കണം. ഇത് കോൺഗ്രസിന് ചെയ്യാൻ കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കണം. അപ്പൊ ലെഫ്റ്റിന്റെ നേതാക്കൾ, ഇപ്പൊ AK ബാലനെ പോലുള്ള ആളുകൾ പറയുന്നത് കോൺഗ്രസ് ജയിച്ചാൽ, UDF ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരണം നടത്തുക, അല്ലെങ്കിൽ ആഭ്യന്തരം നടത്തുക എന്നാണ് അവർ പറയുന്നത്. ആ നറേറ്റീവിലാണ് ഒരു പക്ഷേ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതിനല്ലേ BJP പറയുന്നത്? അല്ലല്ല, അത് കറക്റ്റാണ്. പക്ഷേ ഈ CPM അതിന് അഡ്വാൻറ്റേജ് CPM-നല്ലേ? അല്ല, അത് ഞങ്ങളല്ല ആദ്യം പറഞ്ഞത്. അപകട രാഷ്ട്രീയം ഞങ്ങൾ നിലമ്പൂർ മുതൽ പറഞ്ഞത്. ഇതിപ്പോ 10 ദിവസം മുമ്പ് ഇലക്ഷന് മുമ്പ് AK ബാലനാണോ വിദ്വാനായിരിക്കുന്നത്? ഞങ്ങളിത് നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞതാണ്. ഇത് അപകടമാണ്. ജമാഅത്ത് മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കയറാൻ പാടില്ല. ജമാഅത്ത് ആന്റി നാഷണൽ പാർട്ടിയാണ്. ജമാഅത്ത് ഇപ്പോൾ ഒരു ദുർബലമായ കോൺഗ്രസിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ ഇത് നാടിന് ഗുണം ചെയ്യുമോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഇഷ്യൂ അല്ലേ? ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമായി ജമാഅത്തെ ഇസ്ലാമി, മാറാട് കലാപം തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത് എങ്കിൽ അത് അഡ്വാൻറ്റേജ് LDF ആയിരിക്കില്ലേ? ഈ സമയത്ത് ആന്റി ഇൻകംബൻസി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ അത് ഡിസഡ്വാൻറ്റേജ് LDF ആവാം. ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ഞാൻ കൃത്യമായി ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് കൃത്യമായി ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് എന്താണ്? വികസനം. ഇപ്പോൾ നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞ വാചകം 3ാം തവണയും പിണറായി വിജയൻ വരുമെന്നാണ്. 2016 തെരഞ്ഞെടുപ്പിൽ NDAയുടെ താരപ്രചാരകനായി ഹെലികോപ്റ്ററിൽ ക്യാമ്പയിൻ നയിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ മകൻ നയിക്കുന്ന BDJS NDAയിലെ ഘടകകക്ഷിയാണ്. അപ്പോൾ നോക്കൂ, വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ പിണറായി വിജയൻ വീണ്ടും ആകുമെന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തെ എങ്ങനെയാണ് BJP അഡ്രസ് ചെയ്യുക? വെള്ളാപ്പള്ളി നടേശൻ ജി ഞാൻ ഒരു 10-15 കൊല്ലമായിട്ട് അറിയും. വലിയ ബഹുമാനിക്കുന്ന ആളാണ്
വ്യക്തിയാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അദ്ദേഹത്തിന് പിണറായി വിജയൻ്റെ ഇഷ്ടമാണെങ്കിൽ ഓക്കെ. വെള്ളാപ്പള്ളി നട്ടേശൻജി എന്നോട് പറയുന്നത്, നിങ്ങൾ ജയിക്കാൻ നിങ്ങൾക്ക് സാധ്യതയില്ല, ഇത് 10 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് വോട്ട് തന്നിട്ട് വേസ്റ്റ് ചെയ്യുന്നത്? അത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, ഒരു വിഷനായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ BDJS NDAയിൽ തുടരേണ്ട കാര്യമില്ല. അപ്പൊ അതൊരു മാറുന്നുണ്ട്. ഇപ്പോ നമ്മൾ ഇതുവരെ ജയിച്ചിട്ടില്ലല്ലോ, കറക്റ്റ് അല്ലേ? അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് മിസ്റ്റേക്ക്? പറഞ്ഞു ഞങ്ങൾ ജയിച്ചില്ല, ഇനിയിപ്പോ ജയിക്കാൻ വളർച്ചേന്റെ സമയം കഴിഞ്ഞു, ഇനി പൊളിറ്റിക്കൽ ഗെയിൻസിന്റെ സമയമാണ്. ഞങ്ങൾ ജയിക്കാൻ തുടങ്ങി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, മുനിസിപ്പാലിറ്റി പിടിച്ചു, ഇതുവരെ കിട്ടാത്ത ഗ്രാമപഞ്ചായത്ത് പിടിച്ചു. ഇനിയിപ്പോ ഞങ്ങൾക്ക് ജയിക്കും എന്ന് ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിലും ഞങ്ങളുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പ് തന്ന് പറയുന്നു ഞാൻ. കാരണം ഇന്ന് ഞങ്ങളൊപ്പം ചർച്ച ചെയ്യുന്ന ആൾക്കാർ 10 കൊല്ലം മുമ്പേ ചർച്ച ചെയ്യാനായി തയ്യാറായിരുന്നില്ല. അത് ഞാൻ ഈ പേര് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. LDF-ൽ നിന്നാണോ UDF-ൽ നിന്നാണോ? റെജി ലൂക്കോസ് പോലെ ഒരാൾ, അദ്ദേഹം വന്നു, പാർട്ടി ജോയിൻ ചെയ്തു. നോക്കൂ, ഞാൻ ഒരു ഏറ്റവും റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയണേ, മുഖ്യമന്ത്രിനെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. പക്ഷേ LDF-ന്റെ സമയം, ആ ഐഡിയോളജീൻ്റെ സമയം, ആ പോളിറ്റിക്സിന്റെ സമയം കഴിഞ്ഞു. അസംബ്ലി ഇലക്ഷന് മുമ്പ് കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ നിന്നോ ഇടത് പാർട്ടികളിൽ നിന്നോ BJP-യിലേക്ക് വരുമോ? അല്ല, ഞാൻ അത് ആദ്യം മുതൽ പറയുന്നത്, വികസിത കേരളം സൃഷ്ടിക്കാൻ ആർക്കെങ്കിലും താല്പര്യവും കഴിവും അതൊരു ആവശ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഞങ്ങൾ സ്വാഗതം. ആരോടെങ്കിലും ചർച്ച നടത്തുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ആൾക്കാർ നമ്മളൊരു ടച്ചിലുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതെല്ലാം നടക്കുന്ന കാര്യമല്ലേ, ഇത് നോർമൽ റൂട്ടീൻ കാര്യമല്ലേ. ഇത് നാടിൻ്റെ പോളിറ്റിക്സിൽ ഒരു ഷിഫ്റ്റ് വരുമ്പോൾ ഞാൻ എല്ലാ റെസ്പോൺസിബിലിറ്റി പറയാം. ഞാനൊരു വിദ്വാൻ അല്ലെങ്കിലും കുറച്ചൊരു സാമാന്യ ബുദ്ധിയുണ്ട്. ഇതൊരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ. ഈ 2026 ഇലക്ഷൻ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ്, ഒരു മാറ്റത്തിൻ്റെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. പഴയ വിവാദമല്ല, ഇനി ഒരു പുതിയ സെറ്റ് ഓഫ് ഇഷ്യൂസ് ആയിരിക്കും ഈ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ എന്ത് വേറെ ഇഷ്യൂസ് ആണെങ്കിലും വികസനം, കുട്ടികളുടെ ഭാവി ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആവും എന്ന് എനിക്ക് 100%, ഞാനല്ല ആകാൻ പോകുന്നത്, ജനങ്ങൾ. പക്ഷേ ആ കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചു, സുരേഷ് ഗോപി ജയിച്ചു. പക്ഷേ അതേ പെർഫോമൻസ് ലോക്കൽ ബോഡിയിൽ ഉണ്ടായില്ല. ക്രിസ്ത്യൻ വോട്ടുകൾ കൺസിഡറബിളി NDAക്ക് കിട്ടി ലോക്സഭാ ഇലക്ഷനിൽ, പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് ഉണ്ടായില്ല. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയുടെ അഭാവം ബാധിക്കുന്നില്ലേ? ഇത് പറയുന്നത് കറക്റ്റ് അല്ല. ഇത് ആനലൈസ് ചെയ്യാത്ത ആൾക്കാരാണ് പറയുന്നത്. അങ്ങനെ തൃശ്ശൂരിൽ ഞങ്ങൾക്ക് ക്രിസ്ത്യൻ വോട്ട് ലൂസ് ചെയ്തു എന്നോ അങ്ങനെ കിട്ടിയ വോട്ട് പോയെന്നോ അങ്ങനെയൊന്നും കറക്റ്റ് അല്ല. അതൊക്കെ കൃത്യമായി ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അവിടെ ചില കാരണവശാൽ, ഓർഗനൈസേഷൻ കാരണവശാൽ, കാൻഡിഡേറ്റ് സെലക്ഷൻ കാരണവശാൽ ഞങ്ങളുടെ വോട്ട് ഷെയർ കമ്മിയായിട്ടുണ്ട്. സുരേഷ് ഗോപിൻ്റെ പോപ്പുലാരിറ്റിയും സുരേഷ് ഗോപിൻ്റെ അവിടെ എന്താ പറയുക ഒരു ജനങ്ങളുടെ പിന്തുണയും അത് 100% ഇൻടാക്റ്റാണ്. അദ്ദേഹം ഒരു മന്ത്രിയാണ്, തൃശ്ശൂരിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, കുറച്ചെല്ലാം ചെയ്തിട്ടുമുണ്ട്. അതല്ല ഇഷ്യൂ. ഞങ്ങൾ അവിടെ ചില വീഴ്ചകൾ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്, അത് അഡ്മിറ്റ് ചെയ്യുന്നു. കാരണം 40% വോട്ടിൽ നിന്ന് അത് 19%, ഒരു 20%, പകുതിയായി. നേമത്ത് മത്സരിക്കുമെന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ അതിൻ്റെ പ്രിപ്പറേറ്ററി വർക്ക്സ് ഒക്കെ തുടങ്ങിയോ? അല്ല, ഞാൻ 2024 വന്നപ്പോൾ തുടങ്ങിയതല്ലേ. ലോക്സഭ മത്സരിക്കുമ്പോൾ നിയമത്തിൻ്റെ ഒപ്പം എൻ്റെ റിലേഷൻഷിപ്പ് തുടങ്ങി. അവർ എന്നെ നന്നായി പിന്തുണ തന്നു, നല്ല റിസൾട്ട് തന്നു ലോക്സഭയിൽ. എന്തുകൊണ്ട് നിയമം? അല്ല, എന്തുകൊണ്ട് നിയമം? തിരുവനന്തപുരത്തും ലോക്സഭ മത്സരിച്ച ആളാണ്. ഏറ്റവും വിജയ സാധ്യതയുള്ള സീറ്റ് എന്നുള്ള നിലയിലാണോ നിയമം? അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് തന്ന, ഏറ്റവും കൂടുതൽ പിന്തുണ തന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് നിയമം എൻ്റെ ലോക്സഭ ഇലക്ഷനിൽ. അത് ഞാൻ മറക്കില്ല, എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത കാര്യമാണ്. കാരണം എന്നെ അവർ അറിഞ്ഞില്ല. ഞാൻ 35 ദിവസം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. 35 ദിവസത്തിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നു എനിക്ക് തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സ്നേഹം സപ്പോർട്ട് തന്നു, അതിന് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ഈ കാൻഡിഡേച്ചർ അനൗൺസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളൊക്കെ വരുന്നു. പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയാവുന്നല്ല ഞാൻ പറഞ്ഞത്. എന്നോട് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ചോദിച്ചു, നിങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അസംബ്ലിയിൽ മത്സരിക്കുമോ?
നിങ്ങൾ ഇത് വിട്ടുപോകുമോ, ഇതെല്ലാം ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വിട്ടുപോകാനൊന്നും വന്നിട്ടില്ല. ഇവിടെ ഈ മത്സരം കഴിഞ്ഞിട്ട് അസംബ്ലിയിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അത് പറഞ്ഞപ്പോൾ എന്നോട് മാധ്യമ സുഹൃത്ത് ചോദിച്ചു എവിടെ മത്സരിക്കും. അപ്പോൾ എനിക്ക് നിയമം മത്സരിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് അത് ആഗ്രഹമുണ്ടെന്നും ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനെല്ലാം തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു രീതിയുണ്ട്, ഒരു പ്രോസസ്സ് ഉണ്ട്. സെൻട്രൽ പാർലമെന്ററി ബോർഡാണ് തീരുമാനിക്കേണ്ടത്. അതിൽ ഒരു ഷോർട്ട് കട്ട് എനിക്കും ചെയ്യാൻ കഴിയില്ല, ആർക്കും ചെയ്യാൻ കഴിയില്ല. ഇത് വളരെ ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും BJPയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അസംബ്ലി മത്സര രംഗത്തുണ്ടാവുമോ? ഉണ്ടാവണം. പാർട്ടിനെ ജയിപ്പിക്കണം എന്നല്ലേ ഞങ്ങളെല്ലാവരും ലക്ഷ്യം. നാടിനെ ജയിപ്പിക്കണം, നാടിനെ നന്നാക്കണം. ഇതിൽ ഒറ്റക്കെട്ടായിട്ട് BJP NDAന്റെ എല്ലാ നേതാക്കന്മാരും ഇതാണ് ആഗ്രഹം. ഒരു മാറ്റം കൊണ്ടുവരണം, മാറാത്തതിന് മാറണം. അതിനുവേണ്ടി ജയിക്കുക അല്ലെങ്കിൽ ജയിപ്പിക്കുക, രണ്ട് റോളുണ്ട്. ജയിക്കുക അല്ലെങ്കിൽ ജയിപ്പിക്കുക. ചിലവർ ജയിക്കുക മത്സരിക്കും, ചിലവർ ജയിപ്പിക്കുന്ന എഫേർട്ട് ചെയ്യും, പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് റോളുണ്ട്. ഇപ്പം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, ഇത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നു കൺഫേം ആയിട്ടുള്ള കാര്യങ്ങൾ. വട്ടിയൂർക്കാവ് പോലെ ഉള്ള മണ്ഡലം കൺഫേം അങ്ങനെ ഒന്നും ആയിട്ടില്ല. ഇതെല്ലാം ഒരു നിങ്ങൾ തീരുമാനിക്കുന്നത്, മാധ്യമ സുഹൃത്തുക്കളെല്ലാം തീരുമാനിക്കുന്ന. കഴക്കൂട്ടത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം, സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ ആയിരിക്കും. അതുപോലെ സോമൻജി നമ്മളുടെ വൈസ് പ്രസിഡന്റ് പാവം എത്രയോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊന്നല്ല, ഇതെല്ലാം ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. V മുരളീധരൻജി ഒരു റെസ്പോൺസിബിലിറ്റി പാർട്ടി കൊടുത്തു, കഴക്കൂട്ടം കോൺസെൻട്രേറ്റ് ചെയ്യണം, ലോക്കൽ ബോഡി ഇലക്ഷൻ. അദ്ദേഹം നന്നായി പ്രവർത്തിച്ചു, നന്നായി വർക്ക് ചെയ്തു. അതുപോലെ തന്നെ K സുരേന്ദ്രൻജി കാലിക്കറ്റ് ഫോക്കസ് ചെയ്തു, നന്നായി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ കായംകുളം ഹരിപ്പാട് ചുമതലയെടുത്തു, അവിടെ പ്രവർത്തിച്ചു. കോട്ടയം നമ്മളെ അൽഫോൺസ് കണ്ണന്താനം. പക്ഷേ അത് കോറിലേറ്റ് ചെയ്തിട്ട് അവരവിടെ മത്സരിക്കാൻ പോകുന്നു പറയാൻ നമുക്ക് കഴിയില്ല. അല്ല, ഇപ്പോഴേ നോക്കണം. ഇപ്പോൾ K സുരേന്ദ്രന്റെ പേര് പാലക്കാട് കേട്ടു, തൃശ്ശൂർ കേട്ടു, വട്ടിയൂർക്കാവിൽ കേട്ടു. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഇപ്പോൾ തന്നെ ഒരു തീരുമാനമായാൽ ആയിട്ടില്ലല്ലോ, ആയിട്ടില്ല. അങ്ങനെ വട്ടിയൂർക്കാവിലായിരിക്കും സാധ്യത. ആർക്ക്? K സുരേന്ദ്രന്? അല്ല, അങ്ങനെ ഞാനല്ല തീരുമാനിക്കേണ്ടത്. എല്ലാ സീറ്റും ഞങ്ങൾ വിന്നബിലിറ്റി നോക്കി തീരുമാനിക്കും, കാൻഡിഡേറ്റ് തീരുമാനിക്കും. പിന്നെ K സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളുടെ പാർട്ടീൻ്റെ ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ സ്റ്റേറ്റ് പ്രസിഡൻസ് ആയിരുന്നു. അദ്ദേഹം എവിടെ മത്സരിച്ചാലും ഈ തവണ ജയിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എവിടെ മത്സരിക്കണം, എങ്ങനെ മത്സരിക്കണം, അത് പാർലമെന്റ് പാർട്ടി ഒരു സീറ്റ് അഷോർ ചെയ്യണമല്ലോ. പിന്നെ അതിൽ വട്ടിയൂർക്കാവാണോ? അല്ല, അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഈ R ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് സീറ്റ് ഓഫർ ചെയ്തിട്ടാണ് അവരെ ആശ്വസിപ്പിച്ചതെന്നൊരു വാർത്തയുണ്ട്, ശരിയാണോ? അങ്ങനെയൊന്നുമില്ല. ശ്രീലേഖജി ഒരു മുതിർന്ന നേതാവാണ്. ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ്റെ നല്ലൊരു റോൾ ചെയ്ത ഒരു ലീഡറാണ്. ശ്രീലേഖജീൻ്റെ പാർട്ടിയിൽ വലിയ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളുടെ സെൻട്രൽ ലീഡർഷിപ്പ് തീരുമാനിക്കും എന്താണ് റോള്. ഞാനല്ല തീരുമാനിക്കേണ്ടത്. അവർ തന്നെ പറഞ്ഞൊരു പരാതി, എന്നെ മേയറാക്കാന്ന് പറഞ്ഞിട്ടാണ് മത്സരിപ്പിച്ചത് എന്നാണ്. സത്യമാണോ? അല്ല, നോക്കൂ, ഈ നമ്മളെ പാർട്ടിയിൽ മേയർ ആവാൻ കഴിവുള്ള കുറേ ലീഡേഴ്സ് ഉണ്ട്. അതിൽ ശ്രീലേഖ ഒന്നാണ്, അതിൽ ഒരു സംശയമില്ല. എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ശ്രീലേഖജി. ഒരു ആബ്സൊല്യൂട്ട്ലി ഹൈ ഇൻറ്റഗ്രിറ്റി, പോലീസിൻ്റെ സമയത്തും പിന്നെ പോലീസ് കരിയർ നോക്കിയാലും എവിടുന്ന് എങ്ങനെ ഒരു ലീഡ് ടോപ്പിൽ എത്തി, ഇതെല്ലാം ഒരു വലിയ ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. പക്ഷേ എല്ലാ പാർട്ടിക്കും ഒരു മേയർ സ്ഥാനം ഒരു മേയർ സ്ഥാനമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരാൾ തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ അവർക്കൊരു സെൻസ് ഓഫ് ബിട്രയൽ തോന്നാൻ പാടില്ലായിരുന്നല്ലോ. ഇല്ല, ഓക്കെ, അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ചർച്ച ചെയ്യാൻ ഞാൻ ചോദിക്കുന്നത്, അവരെ അപ്പോൾ വിന്നബിൾ ആയിട്ടുള്ള ഒരു വട്ടിയൂർക്കാവ് പോലത്തെ ഒരു സീറ്റ് ഓഫർ ചെയ്താണോ സമാധാനിപ്പിച്ചത്? അതുകൊണ്ടാണ്. അങ്ങനെ സമാധാനിപ്പിക്കാനൊന്നും അങ്ങനെയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ശ്രീലേഖജി പാർട്ടീൻ്റെ ഒരു മുതിർന്ന നേതാവാണ്. മേയർ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഇന്നുമാണ്. അപ്പോൾ സെൻട്രൽ പാർട്ടി തീരുമാനിക്കും ശ്രീലേഖജീൻ്റെ ഫ്യൂച്ചർ റോളും എന്തായിരിക്കും ഫ്യൂച്ചർ. പക്ഷേ ഒരു ഫ്യൂച്ചർ റോൾ ഉണ്ടാവുമെന്നും
ഒരു വലിയൊരു ഫ്യൂച്ചർ റോൾ ഉണ്ടെന്നും എനിക്ക് 100% സെൻട്രൽ ലീഡർഷിപ്പ് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്, കാരണം അവിടെ തീരുമാനം സമയമുണ്ടല്ലോ. രണ്ടാമത്തെ ഇന്റർവ്യൂ അത് സംസാരിക്കാം. അതെ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഗംഭീരമായ പ്രകടനം നടത്തിയ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയാണ് മത്സരിച്ചത്. അതിൽ തന്നെ ഇപ്പോൾ കായംകുളം പോലുള്ള സെഗ്മെന്റിൽ BJPയുടെ വോട്ട് ഷെയർ വളരെ ഉയർന്നതായി വരികയും ചെയ്തു. അപ്പോൾ തെക്കൻ കേരളത്തിലായിരിക്കും ഇത്തവണ ശോഭാ സുരേന്ദ്രന്റെ സാധ്യത, അതൊക്കെ പറയാലോ. അതെ, ഓ യെസ്, ശോഭാജി അവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. കായംകുളത്തായിരിക്കും അല്ലേ? അപ്പോൾ അത് അല്ല, അതൊന്നും എനിക്ക് സ്പെസിഫിക് അങ്ങനെ ആ ഡയറക്ഷനിൽ കൊണ്ടുപോകണ്ട. കാരണം അത് പറയാൻ എനിക്ക് അതിൻ്റെ ഒരു അനുവാദവും ഇല്ല, അതിൻ്റെ ഒരു ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ബട്ട് ശോഭാജി ഈ തവണ മത്സരിച്ചിട്ട് ജയിക്കുമെന്ന് എനിക്ക് 100% ഉണ്ട്. KS-ഉം ശോഭാജിയും അങ്ങനെ VM-ഉം ഈ 3 പേരും നന്നായിട്ട് ഞങ്ങളുടെ ഒരു ലീഡർഷിപ്പിന്റെ കോറാണ്. അവര് മത്സരിച്ചിട്ട് ജയിക്കും. അവര് ഏതായിരിക്കും കോൺസ്റ്റിറ്റ്യുവൻസി അത് പാർലമെന്ററി പാർട്ടി. ശ്രീ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനാവുന്നതിന് മുമ്പുള്ള BJPയിലെ ഒരു സെനാരിയോയിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഗ്രൂപ്പിസം ഉണ്ട്, 2 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അത് മറികടക്കാൻ അല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് വേറൊരാളെ, ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളെ പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവന്നെന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. അപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ? ഇല്ല, ഞാൻ സത്യമായിട്ട് പറയണേ, എന്നോട് ഇത് 10 തവണ ചോദിച്ച 10,000 തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഇവിടെ വന്ന ശേഷം അതിന് മുമ്പ് ലോക്സഭ മത്സരിച്ചപ്പോഴും ഞാനൊരു ഗ്രൂപ്പിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. ഇവിടെ കഴിഞ്ഞ 8 മാസം 9 മാസം ഞാൻ കണ്ടത്, ഞാൻ എത്ര സ്റ്റേറ്റിൽ വർക്ക് ചെയ്ത ആളാണ്. അതുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായ ഹാർഡ് വർക്കിംഗ് ഓർഗനൈസേഷനും ലീഡർഷിപ്പും BJP കേരളമാണെന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു എന്താണ് അഭിമാനമാണ് എനിക്കൊരു അവസരം കിട്ടിയത്. ഇങ്ങനെ ഒരു സിൻസിയർ ഓർഗനൈസേഷൻ. ഞാൻ പുതുച്ചേരിൻ്റെ പ്രഭാരിയായിരുന്നു, UP-യിൽ ഇലക്ഷൻ നടത്തിയിട്ടുണ്ട്, കർണാടകയിൽ ഇലക്ഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഓർഗനൈസേഷണൽ ഇൻറ്റഗ്രിറ്റിയും കമ്മിറ്റ്മെൻറ്റും സിൻസിയറിറ്റിയും ഉള്ള ഇങ്ങനത്തെ ഒരു യൂണിറ്റ് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും യെസ്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരാണ് നരേന്ദ്രമോദിജി ഗ്രൂപ്പ്. ഇപ്പോൾ ഒരു പുതിയ ടീമിനെ ഉണ്ടാക്കി, സ്വാഭാവികമായിട്ട് ഏത് പ്രസിഡന്റും ടീം ഉണ്ടാക്കും. അപ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ അങ്ങനെയാണോ ടീം ഉണ്ടാക്കി? ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതല്ല രാഷ്ട്രീയമല്ലേ, പോളിറ്റിക്സ് അല്ലേ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ലേ. അപ്പോൾ അത് നോക്കി അതിന് ഉള്ള കഴിവുള്ളവരും വിന്നബിലിറ്റി എല്ലാം നോക്കി നന്നായി ജനകീയമായ ലീഡേഴ്സിനെ ഗ്രോ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, അവരെ ഗ്രൂം ചെയ്യുക, ഉള്ള ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുക. അതാണ് ഒരു സംസ്ഥാന പ്രസിഡന്റിന്റെ ഡ്യൂട്ടി. അത് ഞാൻ ചെയ്യുന്നു. അല്ല, അതല്ലാതെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പഴയ വിഭാഗീയതയുടെ ഉണങ്ങാത്ത മുറിവുകളൊക്കെ അതൊക്കെ എനിക്ക് ഇതുവരെ ഞാൻ ടോർച്ച് നോക്കി പോയിട്ട് എനിക്കൊരു കണ്ടിട്ടില്ല. പഴയ വിഭാഗീയതയോ ഗ്രൂപ്പോ എവിടെയോ. ഞാൻ ഇവിടെ സംസ്ഥാന ഓഫീസിൽ പുതിയ ഓഫീസിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു ഈ ഗ്രൂപ്പിന്റെ എവിടെയാണ് ഓഫീസ് ചോദിച്ചു. സന്ദീപിനോട് ചോദിച്ചല്ലോ. അപ്പൊ ഇവിടെ അങ്ങനെ വി മുരളീധരനുമായിട്ടും PK കൃഷ്ണദാസുമായിട്ടും ഒരേ ബന്ധമാണ്. ഇവരെല്ലാം കോളീഗ്സ് ആണ്, എൻ്റെ കോളീഗ്സ് ആണ്. ഇവർ ചിലർ സീനിയർ ആണ്. ദാസേട്ടനെല്ലാം ഞാൻ എത്ര കൊല്ലമായിട്ട് അറിയും. VM-ന് ഞാൻ കോളീഗായിട്ട് മന്ത്രി മിനിസ്ട്രിയിൽ ഗവൺമെന്റിൽ അറിയും. ഇവരെല്ലാം പിന്നെ KS എൻ്റെ ലോക്സഭ ഇലക്ഷന് എൻ്റെ ഒപ്പം നന്നായി പ്രവർത്തിച്ചതാണ്. അപ്പോൾ ഇവരെല്ലാം നന്നായിട്ട് അറിയും. മ്യൂച്വൽ റെസ്പെക്റ്റും ഉണ്ട്. ഞങ്ങൾ ഒരു എഗ്രീഡ് സ്ട്രാറ്റജിയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. ആ പഴയ നറേറ്റീവ് ഇത് ശരിക്കും സൃഷ്ടിച്ചത് കോൺഗ്രസും ലെഫ്റ്റാണ്. ഞങ്ങളൊരു ഡിവൈഡഡ് ഹൗസ് ആണ്. അത് ഒന്നുമില്ല. RSS പൂർണ്ണാർത്ഥത്തിൽ BJPയുടെ സംഘടനാ സംവിധാനത്തെ തന്നെയാണോ പിന്തുണയ്ക്കുന്നത്? RSS-ന് പ്രത്യേക നിലപാട്? RSS ഞങ്ങളുടെ പരിവാറിന്റെ ഭാഗമാണ്. ഞങ്ങൾ RSS-നെ കൺസൾട്ട് ചെയ്യുന്നു. അവരുടെ ചില കാര്യങ്ങളെക്കുറിച്ച് അവരുടെ അഭിപ്രായം തേടുന്നു. അത് മാത്രമാണ് RSS-ന്റെ ഈ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഇല്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാവില്ല. ഈ സർപ്രൈസ് കാൻഡിഡേറ്റ്സിനെ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഞാൻ ഈ സർപ്രൈസും ബിഗ് ബാങ്ങും അതെല്ലാം വിശ്വസിക്കുന്ന ആളല്ല. സുരേഷ് ഗോപി ഒരു വലിയ സക്സസ് ആണ്. കാരണം സുരേഷ് ഗോപി ഈ പറഞ്ഞ ഗ്ലാമർ കൊണ്ടുകൂടി അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തുള്ള പോപ്പുലാരിറ്റി കൊണ്ടുകൂടി ജയിച്ച ആളാണ്. അപ്പൊ നിയമസഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി മോഡലിൽ പുറത്തുള്ള ആളുകളെ കൊണ്ടുവരാൻ സാധ്യത ഒരു പുതിയ ആളായിരുന്നില്ല. സുരേഷ് ഗോപി 3 ഇലക്ഷൻ മത്സരിച്ച വ്യക്തിയല്ലേ. സുരേഷ് ഗോപി 2015-16 ഞാനാണ് ആദ്യം അദ്ദേഹത്തിനെ കണ്ടത്, രാജ്യസഭ എല്ലാം കിട്ടുന്ന മുമ്പ്. അപ്പോൾ ഷോർട്ട് കട്ട് ഒന്നുമില്ല. മോദിജിയോ അമിത്ഷായോ ഒരു മിഷൻ കേരള തന്നിട്ടുണ്ടോ, ടാർഗറ്റ് തന്നിട്ടുണ്ടോ കറക്റ്റായിട്ട്? എല്ലാം ജയിക്കണം, അത് ടാർഗറ്റ് അല്ലേ. ജയിക്കണം, നാടിനെ നന്നാക്കണം. അത് ഒരു പ്ലാൻ ബി ഉണ്ടോ?
പ്ലാൻ ബി എന്താ? ഞങ്ങൾ പ്ലാൻ ബിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും പ്ലാൻ എ ആണ്, അതിന് 100% വർക്ക് ചെയ്യും. പ്ലാൻ എ, ഒരു പ്ലാൻ ബി ഒന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.